ഗൈസ്, ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് തോന്നി. നമ്മൾ ഒരു ഫേക്ക് കളിക്കുന്ന ആൾക്കാർ, ഫേക്ക് കളിക്കുന്നതെന്ന് മീൻസ് ഉദ്ദേശിച്ചത് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ ആക്ട് ചെയ്ത് ഓസ്കാർ ലെവലിൽ അഭിനയവും കളിച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മളെ പറ്റി കുറ്റം പറയുന്നവർ, പിന്നെ നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നവർ, മൂന്നാമത്തെ ആൾക്കാർ നമ്മളെ പറ്റി അധികമൊന്നും അറിയില്ല പക്ഷെ അവര് നമ്മളെ പറ്റി ചെറുതായിട്ടൊക്കെ ഉള്ള കമ്പനി എന്നിട്ട് നമ്മളെ പറ്റി കുറ്റം പറയുന്നവർ. നാലാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ, ഇവരാണ് ഈസ് വെരി ഡേഞ്ചറസ്, പാമ്പ് സ്വഭാവമുള്ളവർ. ഇവരെന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് സോ മെനി പാംസ് ആർ ഹിയർ, നമ്മുടെ സൊസൈറ്റിയിൽ സോ മെനി പാംസ്. കാരണം രാജവെമ്പാല, കിങ് കോബ്ര, പിന്നെ കരിമൂത്തൻ, വെള്ളക്കെട്ടൻ, സ്വർണ്ണപ്പാമ്പ്, പിന്നെ മലമ്പാമ്പ്, പെരുമ്പാമ്പ്, സോ മെനി പാമ്പ്, ഈ കുറെ പാമ്പുകളുണ്ട് ഇന്നത്തെ കാലത്ത്. ഇവരോടൊക്കെ ഇങ്ങക്ക് എന്താ പറയാനുള്ളത്? എന്താണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് തോന്നുക? ഞാനാണെങ്കിൽ പറയുന്നതറിയോ, നമ്മളെ മുന്നിൽ ഫേക്ക് കളിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാനാണെങ്കിൽ പറയുന്നതറിയോ, നമ്മളിതൊക്കെ അറിയുന്നുണ്ട് വച്ചു, നമ്മളിതൊക്കെ അറിയുന്നുണ്ട്, നമ്മളും അതുപോലെ തിരിച്ചു കളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. എന്താ അറിയോ, തിരിച്ചു കളിച്ചാൽ നമ്മളും ഇങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയും. ഒരു വ്യത്യാസമില്ല, നമ്മളും ഇങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്. പിന്നെ നിങ്ങളെ മുന്നിലൊക്കെ എത്ര പ്രതികരിച്ചാലും നമ്മൾ ജോക്കർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിന് റിയാക്ട് ചെയ്യാതിരിക്കണം നല്ലത്. നമ്മൾ റിയാക്ട് ചെയ്യുന്നിടത്തോളം നമ്മൾ ജോക്കർ ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ കൂടുതലായിട്ട് നിങ്ങളെ ഭാഗത്തേക്ക് വരാത്തത് അതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടോ നമുക്ക് ശേഷിയില്ലായിട്ടോ നമ്മുടെ വായ അടഞ്ഞു പോയതുകൊണ്ടോ അല്ല. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അവർ നമ്മുടെ മോശമേ കണ്ടെത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര നല്ലത് ചെയ്താലും, അവർക്ക് വേണ്ടി നല്ലത് ചെയ്താലും, ജീവൻ കളഞ്ഞ് നല്ലത് ചെയ്താലും, നമ്മൾ എത്ര ചെയ്താലും അവർ നമ്മളെ മോശമേ കണ്ടെത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്, നമ്മളവിടെ റിയാക്ട് ചെയ്യാൻ നിന്നാൽ നമ്മൾ അവരെ മുന്നിൽ കോമാളി ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവരെ ജോക്കറായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. നമ്മളൊന്ന് മാറിക്കൊടുക്കുക നൈസായിട്ട്. നമുക്കെല്ലാം അറിയാം. നമ്മൾ അവരെ പാട്ടിന് വിടുക. പിന്നെ ഒരു കാര്യം, അവർ നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ടൈം വേസ്റ്റ് ആയി പോകുന്നത്, അല്ലാതെ നമ്മുടെ ടൈം അല്ല. അത് മനസ്സിലാക്കണം. അവരുടെ ടൈം അങ്ങനെ പോകും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ എയിം എന്താണോ, നമ്മുടെ എന്താണ് ലക്ഷ്യം എന്താണോ, നമുക്ക് എന്താണ് ഭാവിയിലാവേണ്ടത് അത് നോക്കി പോവുക. ഒരു കാലത്ത് നമ്മൾ ഒരു നിലയിലെത്തുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നോക്കിപ്പോ തിരിച്ചു വരും. എന്നിട്ട് നമ്മള് നല്ലത് പറയും ഒരു കാലത്ത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഉറപ്പാണ് അവർ വരും, തിരിച്ചു വരും. നോക്കിക്കോ, 101% അവർ തിരിച്ചു വരും. നമ്മുടെ എയിം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ പാമ്പ് സ്വഭാവമുള്ളവർ, അവരെ നമ്മൾ കുറച്ച് പേടിക്കണം. അവര് നമ്മളെ കടിക്കും, ഉറപ്പാ നമ്മളെ കടിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സോ മെനി പാംസ് ആർ ഹിയർ. ഞാൻ പറഞ്ഞില്ലേ, രാജവെമ്പാല, കിങ് കോബ്ര, ഒരുപാട് പാമ്പുകളുണ്ട്. മലമ്പാമ്പ്, പെരുമ്പാമ്പ്, കരിമൂർക്കൻ, ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്. ഈ പാമ്പുകളൊക്കെ നമ്മൾ പൊതുവെ പാമ്പുകളെ കണ്ടാൽ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ വനം വകുപ്പിനെ ഏൽപ്പിക്കും. ഇല്ലേ, വനം വകുപ്പുകാർ വന്നിട്ട് അവർ പിടിച്ചോണ്ട് പോകും. അവർ ചില്ലും കൂട്ടിയിടും, അല്ലെങ്കിൽ കാട്ടിക്കൊണ്ടുപോയി കളയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തല്ലിക്കൊല്ലും. നേരത്തെ പറഞ്ഞമാതിരി വനം വകുപ്പിൽ കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, നന്നായിട്ട് അറിയാം. പിന്നെ അതുപോലെ തന്നെ തല്ലിക്കൊല്ലാനും നമുക്ക് കൃത്യതയോട് അറിയും. ഒരു വടി എടുത്താൽ മതി, അടിച്ചാവും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ പാമ്പുകളൊക്കെ. പക്ഷെ കുറച്ച് സൂക്ഷിച്ചടിക്കണം. വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളെ അടിക്കാത്തതും വനം വകുപ്പിന് കൈമാറാത്തതും എന്തുകൊണ്ടറിയോ? നിങ്ങൾ ജീവിച്ചോട്ടെ, നിങ്ങളെ വംശം നശിക്കല്ലേ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ്. പിന്നെ ആ വംശത്തിന് മൊത്തം ആ പേര് വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്ന ആ ഒരു കനിവിന്റെ ബേസിൽ, നമ്മൾ വെറുതെ വിട്ട ആ ഒരു നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ബേസിൽ